ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉച്ചയോട് ഉണ്ടാക്കാൻ പോകാണ്ട് രാവിലത്തെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. ചോറ് റെഡി ആയിട്ടുണ്ട്, കേബേജ് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചത്തേക്ക് ഞണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് കറി വെക്കണം. കുറച്ച് തുണി വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വിരിച്ചിട്ടിട്ട് വരാം ആദ്യം തന്നെ. പീലിമോളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും കൂടി തുണിയെല്ലാം വിരിച്ചിടുവാണ്. അപ്പം ഞാൻ ഓരോന്നിടത്ത് വിരിക്കും തോറും പീലിമോൾ എൻ്റെ കയ്യിലേക്ക് അടുത്തത് എടുത്തു തരുന്നുണ്ട്. അങ്ങനെ ഞാനും പീലിമോളും കൂടി തുണിയെല്ലാം വിരിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവന്നിട്ട് തേച്ച് കഴുകി എടുക്കുവാണ്. അവിടെയും പീലിമോളുണ്ട്. പീലിമോൾ എൻ്റെ കൂടെ തന്നെ വേറെ അറിയുമ്പോൾ അമ്മാമ്മ അയ്യാം തേർന്നും പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ അവൾ എൻ്റെ കൂടെ നടക്കുന്നത്. അങ്ങനെ ഞാനും പീലിമോളും കൂടി പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുത്തു. എന്നിട്ട് പാത്രം കഴുകിയെടുത്തതിന് ശേഷം പാത്രങ്ങളെല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോന്നു. അവിടെയും പീലിമോൾ വന്നിട്ടുണ്ട്. കുഞ്ഞു ഞണ്ടാണ് കേട്ടോ, കാവാലൻ ഞണ്ടില്ലേ, നമ്മുടെ കടൽ ഞണ്ട്, അതാണ്. ചെറിയ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 കിലോ ഉണ്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി കേട്ടോ. അപ്പോൾ എൻ്റെ തൊണ്ട ക്ലിയർ അല്ലാത്തതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്ത കാരണം അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. ഇപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല. അപ്പോൾ ഇതേ ഞണ്ട് എൻ്റെ കാല് നല്ലപോലെ ഒന്ന് 5-6 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ കാലില്ലേ, ഇറുക്കുന്ന കാലുള്ള ആ ഒരു ഭാഗം, ആ ഒരു ഞണ്ട് കാല് മാത്രമേ എടുക്കുന്നുള്ളൂ, ചെറിയ ഉണ്ടായതുകൊണ്ട്. പിന്നെ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഞണ്ടിൻ്റെ തോടും കൂടി ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തോട് കളഞ്ഞതിന് ശേഷം ഞണ്ട് ശരിക്കും അധികം പ്രാവശ്യം കഴുകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം മാത്രം കഴുകുന്നുള്ളൂ. അങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൈയോടെ തന്നെ ആ വേസ്റ്റ് കൊണ്ട് തെങ്ങിൻ്റെ ഒട്ടിക്കൊണ്ട് കുഴിച്ചിടുവാണ്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. കൈയും കാലൊക്കെ കഴുകിയിട്ട് ഞാൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞണ്ട് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞണ്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ തല കഴുകാനായിട്ട് പൈപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ പൈപ്പ് വെള്ളം ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ തല കഴുകിയതിന് ശേഷം പിന്നെ ബോർവെൽ വെള്ളം, ബാത്റൂമിൽ ബോർവെൽ വെള്ളം ഉണ്ടോ. അപ്പോൾ ഞാൻ ഞണ്ട് വേവിക്കാൻ വെച്ചു. തല കഴുകിയതിന് ശേഷം കുളിക്കാൻ പോകാൻ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞണ്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് കറി വെക്കാനുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സവാളയും 2 പച്ചമുളകും മാത്രം എടുക്കുന്നുള്ളൂ. അരിഞ്ഞെടുത്ത സവാളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദേ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് വെന്ത് വന്ന ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കൂടെ തന്നെ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കറിക്കുള്ള ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ കുറച്ച് മുളക് പൊടിയൊക്കെ വീണ് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയോണ്ട് റെഡി ആയിട്ടുണ്ട്. ഞണ്ട് കറിയും രാവിലത്തെ ക്യാബേജ് തോരനും എല്ലാം കൂടി ഞങ്ങൾ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.